ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഒറ്റ സ്റ്റെമ്പിൻ്റെ നാടൻ ബോഗൺവില്ലയിൽ എങ്ങനെ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റ് ചെയ്യാമെന്നാണ്. പല വെറൈറ്റി കളേഴ്സ്. അതിന് വേണ്ടത് ഇതെങ്ങനെ സ്റ്റെമ്പുകൾ വേണം ബോഗൺവില്ലയുടെ. പിന്നെ അതിൻ്റെ വെറൈറ്റി കളറുകളാണ്. ഇത് വൈറ്റ്, ഇത് യെല്ലോ, ബ്ലൂ, ഇത് റെഡ്, ഇത് പർപ്പിൾ. അങ്ങനെ 1 2 3 4 5 വൈറ്റ് ഒറ്റ സ്റ്റെമ്പുള്ളൂ. അപ്പോൾ ഇത് നമ്മളിതിൽ മൾട്ടിപ്പിൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് വേറെയും കുറച്ച് 2 വെറൈറ്റി വേറെ ഉണ്ട്. അത് ചിലപ്പോൾ ഏകദേശം ഈ ബ്ലൂ കളറിനോട് ഏകദേശം മാച്ച് ചെയ്യുന്ന കളറായതുകൊണ്ട് ഇത് ചിലപ്പോൾ ചെയ്യുള്ളൂ. ഇത് പിങ്കിൻ്റെ ഒരു കൊണ്ട സൈസ് ഉണ്ടല്ലോ, അതാണ്. അതേമാതിരി കൊണ്ടൊരു റെഡ് ആണ്. ഇതിൽ ചെയ്യുന്നില്ല, ഈ മുകളിൽ കാണുന്നത് മാത്രം നമ്മൾ ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം, എത്രത്തോളം സക്സസ് ആവും നമുക്ക് നോക്കാം. ഓക്കെ, 6 കളേഴ്സിൻ്റെ സ്റ്റെമ്പുകളെടുത്തു. ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കാം. ഇങ്ങനെ ഓരോ കട്ടിങ് കൊടുക്കുക. ഈ രീതിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യേണ്ട ഭാഗത്ത് ഈ രീതിയിലൊരു കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പുറം ഇതേ രീതിയിൽ ചെത്തിയിട്ട് തോലെടുത്തിട്ട് പകുതി രീതിയിൽ ചെത്തിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നു. അതായത് കറക്റ്റ് നിൽക്കാൻ പാടി ഞാൻ ഒരു ടാപ്പ് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഫുൾ ടൈറ്റായിട്ട് കെട്ടുക. പോർന്ന് വെക്കുന്ന സമയത്ത് വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ടാപ്പ് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ചുറ്റുക. ചുറ്റിയ ശേഷം ഇതിലേക്ക് കയറ്റി വെക്കുക. ഇതാ നമ്മളങ്ങനെ 5 കളറ് ആഡ് ചെയ്തിട്ടാണ്. ഇനി നല്ല ടാപ്പ് എടുത്തിട്ട് ടൈറ്റായിട്ട് കെട്ടണം. ഇതിൻ്റെ അടിഭാഗം. ഓക്കെ, അല്ല അതിനുശേഷം നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇതിൻ്റെ അടിഭാഗം കേട്ടോ. അങ്ങനെ 1 2 3 4 5 6 കമ്പിൽ ഗ്രാഫ്റ്റ് ചെയ്തു. അതിനുശേഷം കണ്ട മുകളിലിങ്ങനെ ഒരു കവർ വെച്ച് കെട്ടുക. എല്ലാത്തിനും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രോ ബാഗിൽ എന്തെങ്കിലും മണ്ണ് നിറച്ചിട്ട് ഈ അറ്റത്ത് കറ്റാർവാഴൻ്റെ പ്രോട്ടീൻ ഹോർമോൺ അങ്ങനെ എന്തെങ്കിലും ജെല്ല് ചേർത്തിട്ട് പ്രോട്ടീൻ ഹോർമോൺ തേച്ച ശേഷം മണ്ണിൽ കുഴിച്ചിടുക. അതിനുശേഷം ബാക്കി റിസൾട്ട് നമുക്ക് കാണാം. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് ഇതെല്ലാം മണലിലാണ് വെച്ചിട്ടുള്ളത്. മണൽ പെട്ടെന്ന് റൂട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മണലാണ് ഉപയോഗിച്ചത്. വേര് വന്ന ശേഷം 1-2 മാസം കഴിഞ്ഞാൽ നമുക്ക് വേറെ നല്ല കുറച്ച് മിക്സൊക്കെ റെഡിയാക്കിയിട്ട് വേറൊരു ചട്ടിയിലേക്കോ ഗ്രോ ബാഗിലൊക്കെ മാറ്റാം. ഇപ്പോൾ മൾട്ടി ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ് 1 4-5 വെറൈറ്റിയൊക്കെ ചെയ്തിട്ട് ഇത് തിരിച്ച് വരണം. അതിൽ റൂട്ട് വരണം. നോക്കിയാൽ സക്സസ് ആയി. അതിൻ്റെ റിസൾട്ട് നമുക്ക് പിന്നെ കാണാം.